Hey guys, welcome to a പുതിയ അൺബോക്സിംഗ് എപ്പിസോഡ് ഇൻ കാർത്തിക് സ്റ്റുഡിയോ വ്ളോഗ്സ്. ഇന്നലെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഗോസ്റ്റ് ഞങ്ങൾക്ക് ഒരു അൺബോക്സിംഗ് തന്നായിരുന്നു. അതിന്റെ ക്ഷീണം മാറി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് ഗൈസ് എന്റെ അമ്മയുടെ സ്വന്തം ആരുടെ ഉണ്ടായിട്ട് ഓക്കെ തയ്യൽ മെഷീൻ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. അതെ, അമ്മ പണ്ട് മുതലേ ഒരുപാട് തയ്ക്കുമായിരുന്നു. പക്ഷെ അത് എപ്പോഴൊക്കെ അമ്മ പിന്നെ തയ്ക്കാതായി. ഇപ്പൊ എന്ത് പറ്റും വീണ്ടും തയ്യലിലോട്ട് കിടക്കാൻ ഒരാഗ്രഹം? കീറിയതും വണ്ണം കുറയ്ക്കാൻ ഇതിനെല്ലാം കടകർക്ക് കിടക്കണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചത് വാങ്ങിയ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അമ്മയുടെ കൂടെ തയ്ക്കാനായി അമ്മയുടെ ഏറ്റവും വലിയ കമ്പനി തയ്യൽ മെഷീൻ റെഡിയാക്കാൻ ഞാൻ എന്റെ ചെങ്കീരിയെ കൊണ്ടുപോയി. ചെങ്കീരിയ വിജി കുഞ്ഞമ്മയാണോ അമ്മയുടെ ചെങ്കീരി? കുഞ്ഞമ്മ തയ്യൽ മെഷീൻ അൺബോക്സിംഗിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. അല്ല, തയ്ക്കും, നന്നായിട്ട് തയ്ക്കും. ആണല്ലേ? ഇപ്പൊ കുഞ്ഞമ്മ തയ്ക്കും. ഓഹോ, തയ്യൽ മെഷീൻ ഇതാണ്. തയ്യൽ മെഷീൻ ഓ, ടൈലറിംഗ് നോട്ട്ബുക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 129. അതൊക്കെ ആരുടെ അമ്മ? വേറെ. ഓ ഇതെന്തോന്നത്? അളവ് വെട്ടാനുള്ള കുട്ടി ഉടുപ്പ് അടിക്കാനുള്ളത്. ഓ എന്റെ മോനെ, അമ്മ ഇത് ഏത് വർഷത്തിലുള്ള അമ്മ? ഇത് ഞാൻ ജനിക്കണതിന് മുന്നേ ഉള്ളതാണോ? 1985-86. ഓ 85-86 നോട്ട്ബുക്കാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരുടെ ജെട്ടി. അല്ല, അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇട്ടത്. അത് പിന്നെ തുറന്നു വെച്ചോണ്ടിരുന്നതല്ലേ? അണ്ടർവെയർ. ഇതെന്തോ അണ്ടർവെയർ എഴുതിയിട്ട് താഴെ കുറെ പൂവൊക്കെ മടക്കി